ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം ക്രിപ്റ്റോൻ്റെ അവസ്ഥ എന്താണ്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ്സുകളൊക്കെ പ്രോഫിറ്റബിൾ ആണോ, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ മാർക്കറ്റിന് എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണ് കൂടുതൽ എന്നുള്ള കണ്ടീഷനൊക്കെ ഓൾറെഡി നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ 4 അവർ ഈ ഒരു സോണിൽ 4 അവർ ഇപ്പോൾ സപ്ലൈ സോണാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഓൾറെഡി ബ്രേക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു ട്രേഡ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം തന്നെ നോക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ ഒരു ട്രേഡ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ ടാർഗറ്റ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് ഒരു ബൈയിങ് സൈഡിലേക്ക് ഓൾറെഡി മൂവ് ചെയ്തു. നിങ്ങൾക്കറിയാം, അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി വെച്ചിരുന്നത് ബിറ്റ് കോയിനിലും അതുപോലെ തന്നെ എത്തേറിയത്തിലുള്ളൊരു ട്രേഡ്സ് ആയിരുന്നു. കൃത്യമായിട്ട് ബിറ്റ് കോയിൻ്റെ ട്രേഡ്സും അതുപോലെ തന്നെ എത്തേറിയത്തിൻ്റെ ട്രേഡ്സും നമുക്ക് കൃത്യമായിട്ട് ഓൾറെഡി ടാർഗറ്റിലേക്ക് വന്നു. ഓൾറെഡി നമ്മളിത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ ലൈവ് സെക്ഷനിൽ ഓൾറെഡി നമ്മൾ ഈ ട്രേഡ്സ് ഓൾറെഡി പറഞ്ഞും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ട്രേഡ്സ് ഇന്നലെ നൈറ്റിൽ എന്ത് ചെയ്തു, ഒരു 7-8 മണിക്ക് റേഞ്ചിൽ നമുക്കിത് പ്രോഫിറ്റബിളായി, അല്ലെങ്കിൽ നമുക്കിത് എക്സാക്റ്റ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി സ്റ്റിൽ നമ്മൾ ഇന്നതാ ഈ ഒരു സോണിൽ മാർക്കറ്റ് റേഞ്ച് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സോണിൽ നമ്മൾ ഓൾറെഡി ഒരു ചെറിയ ട്രേഡ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരു SL ഹിറ്റ് ചെയ്തു. പക്ഷേ നമുക്കൊരു വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇതിലില്ലായിരുന്നു. സ്റ്റിൽ നമ്മളിപ്പോൾ നിലവിൽ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ മറ്റു സാഹചര്യം നമ്മൾ ട്രേഡ്സുകളൊന്നും എടുത്തിട്ടില്ല. സ്റ്റിൽ ഓൾറെഡി നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ 1 അവർ സോണിലേക്ക് പോയി കഴിഞ്ഞാൽ 1 അവറിൽ ഈ ഒരു സോണിൽ സ്റ്റിൽ സപ്ലൈയിലാണ് മാർക്കറ്റ്. ഈ ഒരു സോണിലേക്ക് വരാനായിട്ട് നമ്മൾ ഓൾറെഡി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സോണിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ മറ്റു ട്രേഡ്സിലേക്ക് നോക്കുന്നത്. ഓൾറെഡി നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, മാർക്കറ്റ് 1 അവറിൽ ഇവിടെ ഈക്വൽ ലോസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈക്വൽ ലോസ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് സ്റ്റിൽ എക്സാക്റ്റ് ഈ ഈക്വൽ ലോ ടേക്ക് ചെയ്യണം. ബിറ്റ് കോയിനൊക്കെ കൃത്യമായിട്ട് ഈക്വൽ ലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി ടേക്ക് ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സോണിൽ മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി ഇവിടെ ട്രേഡ്സുകൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്കറിയാം 11 മണിക്ക് ഓൾറെഡി ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂസ് ടൈമിൽ നമ്മളൊരു അഗ്രസീവ് മൊമെൻറ്റം ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കറ്റ് സ്റ്റിൽ മേ ബി എന്ത് ചെയ്യാം, ഈ ഒരു സോണിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു 11 റേഞ്ച് താഴത്തേക്ക് ഒരു അഗ്രസീവ് മൊമെൻറ്റം ഓൾറെഡി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റിൽ ന്യൂസ് ടൈമാണ്. നിങ്ങൾ ട്രേഡ്സുകളൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ്സുകളൊക്കെ ഏതെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാക്റ്റ് അത് ആ ഒരു ടൈമിൽ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ലോട്ട് സൈസ് മാത്രമേ ഓൾറെഡി നമ്മൾ എടുക്കാവൂ. അല്ലാത്ത പക്ഷം നമ്മൾ അങ്ങനെ ട്രേഡ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ന്യൂസാണ്. നിങ്ങൾ ട്രേഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ SL കൃത്യമായിട്ടത് കീപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ്സ് ആയിരിക്കും നിങ്ങൾ നോക്കേണ്ടത്. ഓൾറെഡി സ്റ്റിൽ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു സോണിൽ 1 അവർ സപ്ലൈ സോണിൽ കിട്ടിയാൽ ഓൾറെഡി ട്രേഡ്സ് പ്ലാൻ ചെയ്യുകയാണ്. അത് ആ ടൈമോട് നോക്കി, ന്യൂസിൻ്റെ ടൈമോട് നോക്കിയിട്ടായിരിക്കും ആ ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിൽ നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് തന്നെയാണ്. നമ്മുടെ ട്രേഡ്സ് ഓൾറെഡി താഴത്തേക്ക് തന്നെയാണ് നോക്കുന്നത്. നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഒരു ട്രേഡ്സ് ആയിരിക്കും ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ കൺഫർമേഷനോട് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ട്രേഡ്സ് എടുക്കത്തുള്ളൂ. ചെറിയ SL ഏകദേശം ഒരു 600-650 പോയിൻറ്റ് SL കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ലിക്വിഡിറ്റി ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു 1:3.4 ഉണ്ട്. പക്ഷേ നമുക്കൊരു 1:2 എന്ത് ചെയ്യാം, നമുക്കൊരു 1:2 മേ ബി ഇത് എക്സിറ്റ് ചെയ്യാം. അതല്ല സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ അത് ഈ ഒരു ലിക്വിഡിറ്റി വരെ ആയിരിക്കും. നമുക്ക് താഴത്തേക്ക് ഇവിടെ എക്സാക്റ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ട്രെൻഡ് തന്നാൽ, അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നമ്മൾ എക്സാക്റ്റ് ഒരു കൺഫർമേഷൻ തന്നാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ട്രേഡ്സുകൾ എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റിൽ വെയിറ്റ് ചെയ്യും. ഈ ഒരു സോണിൽ വന്നാലും നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ താഴത്തെ ട്രേഡ്സുകൾ എടുക്കത്തുള്ളൂ. മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് പോകാം. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് ഒരു കൺഫർമേഷൻ കിട്ടും മാത്രമായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. സ്റ്റിൽ നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ മൂവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. സ്റ്റിൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ഓൾ.